നമസ്കാരം. അപ്പോൾ KS മെൻറ്ററിൻ്റെ ഡിഗ്രി തല പരീക്ഷകളുടെ വീഡിയോ സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ തന്നെ വന്ന വേറെ വീഡിയോസ് വഴി നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഡിഗ്രി തലത്തിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓരോ സബ്ജക്റ്റുകളെയും എങ്ങനെ ഡീൽ ചെയ്യണം, അതിന് പുറമെ ഈ സബ്ജക്റ്റിലെല്ലാം ഹൈ വെയിറ്റേജ് ആയ ചില ടോപ്പിക്കുകളുടെ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൊളിറ്റി എന്ന സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നതാണ്. പൊളിറ്റിയുടെ നാച്ചുറൽ നിങ്ങൾക്ക് അറിയാം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ആൾക്കാർക്ക് എല്ലാ മാർക്കും സ്കോർ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ചില 2-3 മാർക്ക് മാത്രം വിട്ടുപോകുന്നവരുണ്ടാവും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ചില കൺസെപ്ഷ്യൽ ഓറിയൻറ്റഡ് ആയ ഭാഗങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പൊളിറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മാർക്കും നിങ്ങളുടെ കയ്യിൽ വരും. PSC ടഫായ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങാത്തൊരു ഏരിയയാണ് പൊളിറ്റി ഇപ്പോൾ. സോ ഇനി ടഫായ ചോദ്യങ്ങൾ വന്നാൽ അതിന് ഡീൽ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണം. ആൻഡ് ഞാൻ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ പഠിച്ച് തുടങ്ങാൻ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്നത് തന്നെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ PSC വന്നിരിക്കുന്ന സിലബസ് ഉണ്ട്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഈ 2 ഭാഗം എന്നതിലാണ് നിങ്ങൾക്ക് പൊളിറ്റി എന്ന സബ്ജക്റ്റിൻ്റെ അടിയിൽ ഇടാവുന്നത്. അതിൽ തന്നെ അത് ഓരോ ഭാഗത്തുനിന്നും ഏത് തരത്തിലുള്ള ചോദ്യമാണ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തുനിന്നാണ് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് എല്ലാം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? PYQs ഉണ്ട്. സോ ഈ PYQസും സിലബസും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്സിൻ്റെയും വെയിറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചു തരാം ഓരോ ടോപ്പിക്സിൽ എന്താ വരിക എന്നുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ടോ ആ ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കൺസെപ്ഷ്യൽ ഓറിയൻറ്റഡ് ആയ ടോപ്പിക്കുകൾക്ക് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ആൻഡ് ബാക്കി പൊളിറ്റീനെ എങ്ങനെ പഠിക്കണം, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾക്ക് എന്ത് രീതിയിൽ ശ്രദ്ധ കൊടുക്കണം എന്നെല്ലാം നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഒരു രീതിയിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം, പെട്ടെന്ന് തീർക്കാം. ആൻഡ് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, പൊളിറ്റിയിലെ ഏതെങ്കിലും കൺസെപ്ഷ്യൽ ഓറിയൻറ്റഡ് ഭാഗങ്ങൾ നിങ്ങൾ ഇപ്പോഴും കുഴയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തിലെ ക്ലാസ് ചെയ്ത് തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതാ വേണ്ടതെന്ന്, എങ്കിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ഇത് നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്നത് പൊളിറ്റിയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ പാറ്റേൺ ചേഞ്ച് ചെയ്ത ശേഷമുള്ള PSC ഡിഗ്രി തല പ്രിലിംസ് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പൊളിറ്റിയിലെ ഏത് ഭാഗങ്ങൾക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്, ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴാണ് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാവും. നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ഭാഗത്ത് നിന്ന് 4 ചോദ്യം ചോദിച്ചപ്പോൾ, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, പക്ഷെ ചില ഇൻസൈറ്റുകൾ ഞാൻ തരാം. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചത് 8 ചോദ്യമാണ്. നോക്കണേ, 80 ക്വസ്റ്റ്യനിൽ 8 ചോദ്യം എവിടുന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണ്. അതായത് കൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ആൻഡ് ഇനി ഇതേ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്തിൽ DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു പൊളിറ്റിയുടെ മേജർ കൺസെപ്റ്റ്, നിങ്ങളെ പൊളിറ്റി എന്ന സബ്ജക്റ്റ് ഇതിലും നന്നായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റിയ വേറൊരു ഭാഗമില്ല. ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊളിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 10ഓളം ചോദ്യങ്ങൾ കവർ ചെയ്യപ്പെട്ടു. ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ നിന്ന് ഇതുവരെ ചോദ്യം ചോദിച്ചില്ല എന്നതിൻ്റെ അർത്ഥം ഇനി ചോദിക്കില്ല എന്നല്ല, ഇനി അവിടെ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി കൺസെപ്ഷ്യൽ ഓറിയന്റ് ടോപ്പിക്കുകൾക്ക് കൊടുക്കണം. ആൻഡ് വേറെ നോക്കിയാൽ നിങ്ങൾ ഇതിലോട്ട് നോക്കുമ്പോൾ അടുത്ത് കാണാം, ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ഭാഗത്ത് നിന്ന് 7 ചോദ്യവും ഗവൺമെന്റ് എന്ന ഭാഗത്ത് നിന്ന് 8 ചോദ്യവും ചോദിച്ചിരിക്കുന്നു. അതായത് ഗവൺമെന്റ് ഇൻക്ലൂഡിങ് അതിലോട്ടുള്ള ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേച്ചറും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അക്സെപ്റ്റൻസും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 15 മാർക്കാണ്. മനസ്സിലായല്ലോ? വീണ്ടും കൺസെപ്റ്റ് കയറി വന്നിരിക്കുന്നു. ആൻഡ് വീണ്ടും നിങ്ങൾ അടുത്ത വെയിറ്റ് ചെയ്ത് നോക്കിയേ, എമർജൻസി എന്ന സ്റ്റാറ്റിക് പാർട്ട് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കഴിഞ്ഞു, കവർ ചെയ്ത് തരാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ 5 മാർക്ക് ഫുൾ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്ത് തരാം. ആൻഡ് എമർജൻസി എന്നുള്ള 5 മാർക്കാണ്. പിന്നെ വരുന്ന എന്താ? അധികാരം ശ്രദ്ധ കൊടുക്കാത്ത സിവിക്സിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഭാഗത്ത് നിന്ന് 8 മാർക്ക്. എനിക്കറിയാം വീഡിയോ കാണുന്ന പലരും ഇതുവരെ അതിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്തില്ല, പക്ഷെ ഇനി മുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. 8 മാർക്ക് വന്നിരിക്കുന്നു. മനസ്സിലായല്ലോ? ബാക്കിയെല്ലാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര വെയിറ്റേജ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ആൻഡ് ഈ സ്ലൈഡിൽ കാണാം. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് മൊത്തം 80 ചോദ്യം ഉണ്ട് അല്ലേ? ഇത് 119 അല്ലേ? 80 8 ക്വസ്റ്റ്യൻ പേപ്പർ 10 ക്വസ്റ്റ്യൻ വെച്ച് 80. ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിന്ന് 4 മാർക്ക്. കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ പ്രത്യേകത, ഇത് നിങ്ങൾക്ക് പൊളിറ്റിയിലുണ്ട് എക്കണോമിയിലുണ്ട്. സോ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പിന്നെയോ ലാൻഡ് റിഫോമിൽ നിന്ന് 2 മാർക്ക് ചോദിച്ചിരിക്കുന്നു. ബാക്കി വാട്ടർഷെഡ്, എംപ്ലോയ്മെന്റ്, സോഷ്യോ എക്കണോമിക് ഡാറ്റ വരെയുള്ള ചോദ്യത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിയിൽ നിന്ന് മാത്രം ചോദിച്ചു എന്ന് പറയാൻ മാത്രം ചോദ്യങ്ങളില്ല.
സോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിക്കാണും. ഒന്ന്, ഏതൊക്കെ സ്ഥലങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ച് പഠിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്. നിങ്ങളുടെ റിസ്ക്കാണ്, പക്ഷെ ഇത്തരം റിസ്കുകൾ 75 ദിവസമുള്ള സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് പരീക്ഷ ജയിക്കില്ല വരുന്നത്. ആൻഡ് വേറെ ഒന്ന് നോക്കിയേ, ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ 9 എന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചോദ്യം മാത്രമേ ബൗൺസറായി പോയിട്ടുള്ളൂ, UK പഴയ PM ആരാന്ന് ചോദിച്ച്. അല്ലാത്ത എല്ലാ ചോദ്യങ്ങളും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ അർത്ഥം ഒരു വൃത്തിക്കുള്ള പഠനം നിങ്ങൾ പൊളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80-ൽ 79 ചോദ്യം ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടുമായിരുന്നു. അത് നിങ്ങളുടെ മാർക്ക് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. പല സബ്ജക്റ്റുകളും നിങ്ങൾ ഭയങ്കര എഫേർട്ട് ഇട്ട് പഠിക്കണമെങ്കിൽ പൊളിറ്റി നിങ്ങൾക്ക് ഭയങ്കര സുഖകരമായി നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഫുൾ സ്കോർ നിങ്ങളുടെ കയ്യിലാക്കാം. ഇനി ഞാനിങ്ങനെ പറഞ്ഞു അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ ഭാഗത്തെയും നിങ്ങൾ എങ്ങനെ കവർ ചെയ്യണം എന്ന് അറിയാൻ ഞാൻ ചില PYQs എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്ന് 4 ചോദ്യം ചോദിച്ചു എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ആ 4 ചോദ്യത്തിൻ്റെ നാച്ചുർ നിങ്ങൾ വൺസ് ഇതുപോലെ സ്ക്രീനിൽ എടുത്തിട്ടാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എങ്ങനെ പഠിക്കണം. നോക്കിയേ, ഒരിക്കൽ ചോദിച്ചു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പർ അല്ലാത്ത ആരാണ് അല്ലെ? സോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്ത മുതൽ അല്ലെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലോട്ട് നടന്ന പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറൽ വോട്ട് സിസ്റ്റം എന്ന എലക്ഷൻ സിസ്റ്റം മുതൽ, അതിൽ നടന്ന എങ്ങനെയാണ് ഒരു ഇൻഡയറക്റ്റ് എലക്ഷൻ നടന്ന് അല്ലെ, നേരിട്ട് ജനങ്ങൾ എലക്ട് ചെയ്യാതെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗങ്ങൾ വോട്ട് ചെയ്ത് വന്നല്ലേ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗത്വത്തിന്റെ പ്രത്യേകത മുതൽ നിങ്ങൾ എന്തുവരെ പഠിക്കണം, നിങ്ങൾ അതിലെ ഓരോ കമ്മിറ്റികളിലെയും മെമ്പർഷിപ്പ് വരെ പഠിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിന്റെ ചെയർമാൻ ആരാണെന്ന് പഠിക്കണം. ആൻഡ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ നോക്കി വെച്ചോ, എല്ലാ മെമ്പർമാരെയും പഠിച്ചേക്ക്. എന്തായാലും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ്. പിന്നെ നിങ്ങൾ എന്ത് പഠിക്കണം നോക്കിയേ, വീണ്ടും അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു 31/2023 എന്ന പരീക്ഷയിൽ. ആൻഡ് അടുത്ത പരീക്ഷ എന്താ വെച്ചേ, ഇതൊരു ചെറിയ ബൗൺസർ ആയിരുന്നു. UNDHRലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലും ഒരുപോലെ മെമ്പറായുള്ള ആള്. ആൻഡ് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചെന്താ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ടോട്ടൽ മെമ്പർഷിപ്പ് എത്ര എന്നുള്ളത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ടോട്ടൽ മെമ്പർഷിപ്പ് ഇതാണ്. ആ 1947 ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷന് ശേഷം ചില ഭാഗങ്ങൾ പോയ ശേഷം ഇതേ നമ്പർ എന്നുള്ളത് എന്താകുന്നുണ്ട്, പിന്നെ 299 എത്തുന്നുണ്ട്. അതും നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു കുറഞ്ഞ എഫേർട്ട് കൊണ്ട് ഒരു 2 മണിക്കൂർ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ 4 മാർക്കും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പോകരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇത്തരം ടോപ്പിക്കുകളെ, പൊളിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ടോപ്പിക്കുകളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരു ടോപ്പിക് കൂടെ ഞാൻ എടുത്തു തരാം, നിങ്ങൾക്ക് അതൊന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി. ഓക്കെ, നിങ്ങളൊരു ചോദ്യം, നിങ്ങളൊരു PYQs അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ നോട്ട് ചെയ്യണം പോസിബിൾ ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം. നോക്കിയേ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളതാണെങ്കിൽ ഫോർമേഷൻ മുതൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, എലക്ഷൻ, സ്ട്രെങ്ത് എന്താണ്, ആരൊക്കെയായിരുന്നു മെമ്പേഴ്സ്, ഓരോ കമ്മിറ്റികളിലെ മേജർ കമ്മിറ്റികളിലെ ചെയർമാൻ ആരായിരുന്നു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തന്നെ ലെജിസ്ലേറ്റീവ് വിങ് എന്ന ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ പ്രൊവിൻഷ്യൽ പാർലമെന്റ് എന്ന പണി ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഈ ഒക്കെ പണിക്ക് പുറമെ നാഷണൽ ഫ്ലാഗ് മുതൽ നമ്മുടെ നാഷണൽ ആന്തം വരെ സെലക്ട് ചെയ്യുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡീൽ ചെയ്ത ബാക്കി ഫംഗ്ഷൻസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. അതാണ് ഇവിടെ ഫംഗ്ഷൻസ് എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയോ കമ്മിറ്റികളുടെ ചെയർപേഴ്സണും മെമ്പർമാരും. നോക്കിയേ, നിങ്ങൾക്ക് വെറും 4 ചോദ്യം നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തൊക്കെയാണ് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഇനി വേറെ ടോപ്പിക് ഞാൻ എടുത്തുതരാം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ചോദ്യം വന്നു എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ചോദ്യം. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വന്ന ചോദ്യങ്ങൾ നോക്കിയേ, നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വന്ന ചോദ്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല. നോക്കിയേ, ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റുകളുടെ നേച്ചർ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെ ജസ്റ്റിസിബിൾ ആണോ, അബ്സല്യൂട്ട് ആണോ, അത് എങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവായ രീതികൾ കാണിക്കുന്നത്, അതിന് അമെൻഡ് ചെയ്യാൻ പറ്റുമോ, എത്ര വരെ അമെൻഡ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ഫണ്ടമെന്റൽ റൈറ്റിലെ ചില ഇൻഹറൻ്റ് ആയ പ്രത്യേകതകളെ കുറിച്ചുള്ള ചോദ്യം. ഭയങ്കര കൺസെപ്റ്റ് ഓറിയന്റഡ്, നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണ്ട കാര്യമാണ് അത്. ആൻഡ് വേറൊന്നെന്താ, ആർട്ടിക്കിൾ 300A എന്നതിലോട്ട്
റൈറ്റ് ടു പ്രോപ്പർട്ടിയെ മാറ്റിയ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ലോ ഹിസ്റ്ററിയാണ് നിങ്ങൾ ഇവിടെ അറിയേണ്ടത്. അങ്ങനെ അറിയുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് എഴുതും. ഓക്കെ, ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ടഫ് ക്വസ്റ്റ്യനേ ആയിരുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടേറിയ വശങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചോദിച്ചില്ല. ആൻഡ് വേറൊന്നെന്താ, റിട്ടിനെ കുറിച്ചുള്ള ചോദ്യം ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ റിട്ടുകളിൽ നിന്നുള്ള ചോദ്യം നോക്കിയേ, ഒരു ചോദ്യം വന്നു, 2 ചോദ്യം റിട്ടിൽ നിന്ന് തന്നെ വന്നു. ഇനി ഇതേ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കിയേ. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ് സിറ്റിസൺസിനും ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർക്ക്? സിറ്റിസണും ഫോറിനേഴ്സും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെ, നിങ്ങൾ പഠിച്ചു കാണും, ആർട്ടിക്കിൾ 15 പോലെയുള്ള 16 പോലെയുള്ള 19 പോലെയുള്ള ആർട്ടിക്കിളുകളിൽ കവർ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ സിറ്റിസൺസിന് മാത്രമേ കിട്ടത്തുള്ളൂ, അത് ഫോറിനേഴ്സിന് കിട്ടില്ല. അല്ലെ, അപ്പൊ ആ ഒരു നോളജ് ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഇനിയോ, അതാണ് പറയുന്നത്, നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ഇക്വാളിറ്റി ഇങ്ങനെ പഠിക്കലല്ല വേണ്ട. മനസ്സിലായല്ലോ? അതിൻ്റെ പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ പൊളിറ്റിയുടെ രീതി എന്താണെന്നും അതിൽ നിന്ന് ചോദിക്കാവുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾ ആൻസർ എഴുതിയിരിക്കും, ഉറപ്പാണ്. ആൻഡ് അത് നിങ്ങൾ അങ്ങനെ ഒരിക്കൽ പഠിച്ചു നോക്കും. ദെൻ വേറെന്താ, റിട്ടിനെ കുറിച്ചുള്ള ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് അടുത്ത ചോദ്യം ഫ്രീഡം ഓഫ് പ്രസ്സിനെ കുറിച്ചുള്ള ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആർട്ടിക്കിൾ 19(1)A കവർ ചെയ്തിരിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന റൈറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ റൈറ്റിൽ നിന്ന് വരുന്ന ഫ്രീഡം ഓഫ് പ്രസ് എന്നതിനെ കുറിച്ച്, അല്ലെ, അതിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് കൺസെപ്റ്റ് ചോദ്യം. മനസ്സിലായില്ലേ? ആൻഡ് അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വേറെ ചോദ്യം ചോദിച്ചിരിക്കുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റും ഉൾപ്പെടുന്ന കേസുകളുടെ ഹിസ്റ്ററി. ഇതങ്ങ് വർഷം എഴുതി കാണാപ്പാടം പഠിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഇത് നിങ്ങളൊരു കൺസെപ്ച്വലി പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കേസുകൾ വരാനുണ്ടായ സാഹചര്യം മുതൽ, അല്ലെങ്കിൽ ആ കേസിന്റെ കേസ് എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ മാറാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളുണ്ട്, അതും ഫണ്ടമെന്റൽ റൈറ്റായിട്ട് ലിങ്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലിവിങ് നാച്ചുറിനെ എന്താ പറയുക പുഷ്ടിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇന്ത്യൻ കോടതികളിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വർഷമൊക്കെ ഈസി ആയിട്ട് എഴുതും. കാരണം ഇതിൽ വർഷം അറിയലല്ല PSC ഉദ്ദേശിച്ചത്, ഈ ഒരു ഇവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്നുള്ളതാണ് PSC ഉദ്ദേശിച്ചത്. അതാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതും. ഓക്കെ, ഇങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ചോദ്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ എഴുതി ഇത് ചെയ്തൂടെ? നോക്കിയേ, നാച്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ എതിരെയാണ് അവൈലബിൾ, സ്റ്റേറ്റിനും ഇൻഡിവിജ്വൽസിനും എതിരെ ഉപയോഗിക്കാവുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടോ, ആൻഡ് എന്തൊക്കെയാണ് ഇംപ്ലൈഡ് ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ, റൈറ്റ് ടു പ്രൈവസി പോലെയുള്ള ചില കാര്യങ്ങൾ ആർട്ടിക്കിൾ 21 ഉള്ളിൽ ഇംപ്ലൈഡ് ആയത് എങ്ങനെയാണ്, മനസ്സിലല്ലേ? അത്തരം കാര്യങ്ങൾ മുതൽ അതുമായി ബന്ധപ്പെട്ട കേസ് ലോയും ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 ഇന്ത്യയിലെ അപ്പെക്സ് കോടതികളെ, സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെല്ലാം റിട്ട് ഇഷ്യൂ ചെയ്യാൻ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സമ്മതിക്കുന്നത് എന്ന പോലെയുള്ള കാര്യങ്ങൾ വരെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു പോസിബിൾ ഏരിയയും ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ചോദിക്കാനില്ല. ഇനി എത്ര ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഈ 2 എക്സാമ്പിൾസ് ഞാൻ കാണിച്ചത് ഈ 80 ചോദ്യങ്ങൾ എടുത്ത് ഞാൻ കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് 2 എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കാവുന്ന 2 ഏരിയ ഞാൻ ചൂസ് ചെയ്ത്. ഇനി അടുത്ത് നിങ്ങൾ പൊളിറ്റിയെ കുറിച്ച് നിർബന്ധമായി അറിയേണ്ട ഒരു കാര്യം, പൊളിറ്റി ഈസ് സച്ച് എ ഡൈനാമിക് സബ്ജക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പൊളിറ്റിയിലെ ചോദ്യങ്ങളും നിങ്ങൾ വന്ന വഴി മനസ്സിലാക്കാത്തത്. പൊളിറ്റിയിൽ ഓൾമോസ്റ്റ് 80 ചോദ്യം ഉണ്ടെങ്കിൽ 80 ചോദ്യം കറണ്ട് അഫെയർ ആണെന്ന് ഞാൻ പറയലുണ്ട്. കാരണം പൊളിറ്റിയിലെ പല ടോപ്പിക്കുകളും ഭയങ്കര രീതി കറണ്ട് അഫെയർ ഓറിയന്റഡ് ആണ്. ലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെ? ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറുകൾ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താ, റൈറ്റ് ടു മാരേജ് വിസസ് റൈറ്റ് ടു ചൂസ് യുവർ ലൈഫ് പാർട്ട്ണർ, നിങ്ങൾ എപ്പോഴും ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യം, അത്തരം കാര്യങ്ങൾ മുതൽ ഗവൺമെന്റ്, ഇപ്പൊ ഗവർണർ വിസസ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ ചില എന്താ പറയുക പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. അങ്ങനെ മുതൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുകൾ, ഇപ്പൊ 106ാമത്തെ അമെൻമെന്റ് വരെയുള്ള കാര്യങ്ങൾ നടന്നു. പ്യൂർലി കറണ്ട് അഫെയർ ആണ്. ആൻഡ് വേറൊന്ന് റൈറ്റ്സ് ഇഷ്യൂ, ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ മുതലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിവിക്സ് പാർട്ടിൽ കവർ ചെയ്യും. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സിവിക്സ് പാർട്ട് കവർ ചെയ്യും. അത് ചോദിക്കുന്നത് കറണ്ട് അഫെയർ വന്നിരിക്കുന്ന എന്തെങ്കിലും മൂവ്മെന്റോ, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകമോ, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗവൺമെന്റ് സ്കീമോ ഒക്കെ തന്നെയാണ് റൈറ്റ്സ് ഇഷ്യൂവിൽ നിന്നുള്ള
പൊളിറ്റിയിലെ ചോദ്യമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പബാഡിലെ ചോദ്യങ്ങൾ, സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം കറണ്ട് അഫെയർ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് കറണ്ട് അഫെയർ ഓറിയന്റഡ് ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് പെട്ടെന്ന് മാപ്പ് ചെയ്ത് വെക്കുക. ആൻഡ് കറണ്ട് അഫെയറിൽ അത് എന്തൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ അത് അവിടെ തന്നെ കവർ ചെയ്ത് പോവുക. കറണ്ട് അഫെയർ വേറെ പഠിക്കരുത്. മനസ്സിലായല്ലോ? ആൻഡ് നോക്കിയേ, കറണ്ട് അഫെയറിന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നൂടെ ഞാൻ കാണിച്ചു തരാം. എന്നല്ലേ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറണ്ട് അഫെയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കാണിക്കുവാണ്. അപ്പോൾ നോക്കിയേ, ഇലക്ഷൻ എന്ന ഭാഗത്ത് നിന്ന് തന്നെ വന്ന ഒരു പരീക്ഷയിൽ തന്നെ ചോദിച്ച 2 ചോദ്യങ്ങളാ. ഒന്ന് ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആൻഡ് രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ എന്നതായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. രണ്ടും ഒരു പരീക്ഷയിൽ ചോദിച്ചു, രണ്ടും കറണ്ട് അഫെയർ ഓറിയന്റഡ് ആണ്. ഇപ്പൊ 5ഓളം സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇലക്ഷൻ എന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന നിങ്ങളുടെ LSGS, SA, എക്സൈസ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക് പരീക്ഷകൾക്ക് എല്ലാം ചോദിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടട്ടെ എന്ന്. ആൻഡ് വേറെ ചോദ്യം നോക്കിയേ, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി പോലെയുള്ള സ്റ്റാറ്റസുകളെ കുറിച്ച് നേരിട്ട് കറണ്ട് അഫെയർ വന്ന കാര്യം അതുപോലെ എടുത്തു ചോദിച്ചു. ആൻഡ് വേറൊന്ന് ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇപ്പൊ നിങ്ങൾ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസസ് നിങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് മുതൽ മധ്യപ്രദേശിൽ നിന്ന്, കർണാടകയിൽ നിന്ന് എല്ലാ സ്ഥലത്തും നിങ്ങൾ കേൾക്കുന്നുണ്ട്. സോ ഡിഫെക്ഷൻ ഒരു ഹോട്ട് ടോപ്പിക്കാണ് എന്നും പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ. അപ്പോൾ അതൊരു കറണ്ട് അഫെയർ ഓറിയന്റ് ഡൈനാമിക് സബ്ജക്റ്റ് അല്ലേ, അതിൽ വന്നത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. ആൻഡ് വേറെ ചോദ്യം നോക്കിയാൽ 37/23 എന്ന പരീക്ഷയിൽ ചോദിച്ചത് എഗെയിൻ ഇലക്ഷൻ എന്ന പാർട്ടിൽ നിന്ന് ചോദിച്ച നാഷണൽ പാർട്ടി സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ വേണ്ട യോഗ്യതകൾ ഒരു പാർട്ടിക്ക് വന്ന്. സോ ഇലക്ഷൻ പോലെയുള്ള ചോദ്യങ്ങൾ എത്രമാത്രം ഡൈനാമിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ വരുന്ന അതേ ടോപ്പിക്ക് തന്നെയാണ് അതിൻ്റെ സ്റ്റാറ്റിക് രൂപം കൈവരിച്ചതുകൊണ്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ ചോദ്യമായിട്ട് മാറുന്നത്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കറണ്ട് അഫെയറിനെ പേടിക്കില്ല. ആൻഡ് ഒരു ചോദ്യം നോക്കിയേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റൈറ്റുകളെ കുറിച്ചുള്ള ചോദ്യം കറണ്ട് അഫെയർ ചോദ്യമാണ്. ആൻഡ് വേറൊന്ന് ചോദിച്ചിരിക്കുന്നത് എഗെയിൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ചോദിച്ചിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വീണ്ടും ചോദ്യം നോക്കിയാൽ. അപ്പോൾ ഈ ടോപ്പിക്കുകൾ എത്രമാത്രം കറണ്ട് അഫെയർ ഓറിയന്റഡ് ആണെന്ന് കാണിക്കുന്നതാണ് ഇത്. ഇപ്പോൾ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് കറണ്ട് അഫെയറിന് വരാവുന്ന ഒരു ചോദ്യങ്ങളിലൊന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾ പൊളിറ്റിയുടെ സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഇത് വായിക്കാതെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതിയേനെ. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പല ആക്ടിവിറ്റികളും നിങ്ങളെ പരീക്ഷാ ഹാളിൽ അറിയാതെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളത് പഠിച്ചിട്ട് കൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കും. അതിനൊക്കെ ഈ രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആൻഡ് അങ്ങനെ തന്നെ നിങ്ങൾ പൊളിറ്റി പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ പൊളിറ്റി പഠിക്കണം. പൊളിറ്റിയിൽ ഒരു മാർക്കും കളയാൻ നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ വന്ന ക്വയറീസിലൊന്ന് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടുകളിലൊന്ന് ഏത് മെറ്റീരിയൽ ഫോളോ ചെയ്യണം എന്നാണ്. സോ ഞാൻ പറയും, ഇനിയുള്ള കുറച്ച് ദിവസത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി, നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ജനറൽ നോളേജും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ക്ലാസ് ഫോളോ ചെയ്യലാണ്. ഇപ്പോൾ കേസ് മെൻറ്റർ പോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതേപോലെ എന്താണ് കൺസെപ്റ്റ്, എന്താണ് ഡൈനാമിക് ഏരിയ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ തന്ന് പഠിപ്പിക്കലാണ് ചെയ്യുക. സോ നിങ്ങൾ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒന്നുകിൽ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു ബുക്കിനെ ആശ്രയിക്കേണ്ടി വരും. എപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ സ്ട്രോങ്ങർ ആയിട്ട് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകളുടെ ആവശ്യമില്ല. അപ്പോൾ NCERT വേണോ ലക്ഷ്മികാന്ത് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്താ കേട്ടിട്ടുണ്ട്, അത്യാവശ്യം അറിവുണ്ട്, എന്താണ് ഫെഡറലിസം എന്നൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് NCERT വായിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക? വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് എന്ന ബുക്ക് മാത്രം വായിക്കുക. ഇനി അതും വായിച്ച് തീരാനുള്ള സമയം നിങ്ങൾക്കില്ല. നല്ലൊരു ക്ലാസ് ഫോളോ ചെയ്യുക, അതിൻ്റെ മെറ്റീരിയൽ മാത്രം പഠിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും വരില്ല. ഉറപ്പ് ഞാൻ തരാം, ഒന്നും പൊളിറ്റി എക്സാമിൽ വരാൻ പോകുന്നില്ല. അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം, മാർക്ക് സ്കോർ ചെയ്യുക. ആൻഡ് സെക്കൻഡ് തിങ്, ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന ഓരോ ആസ്പിരൻറ്റും ഇൻഡിവിജ്വലായിട്ട് ഇടേണ്ട എഫേർട്ടാണ്. അത് നിങ്ങൾ UPSC മുതൽ ഏത് പരീക്ഷയ്ക്ക് ഫോളോ ചെയ്തോ, ഡിഗ്രി തല പരീക്ഷകൾക്ക് ഫോളോ ചെയ്തോ, നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പർ വായിച്ചാൽ പോരാ, ആ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഓരോ ന്യൂസും നിങ്ങളുടെ കണ്ണിലൂടെ പോകേണ്ടത് സിലബസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലോട്ട് ആ അറിവിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക്സ് ആദ്യം കവർ ചെയ്യുക. ബേസിക്സ് കവർ ചെയ്ത് ബേസിക്സിന്റെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു അനലിറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ, ആഫ്റ്റർ ഓൾ PSC ചെക്ക് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എത്ര മാത്രം അനലിറ്റിക്കലായ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എത്ര മാത്രം ഒരു ചോദ്യത്തിന്റെ പുറത്ത് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കഴിവ് നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുത്താൽ അത് അറിയാതെ തന്നെ നിങ്ങളെ ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ആഫ്റ്റർ ഓൾ MCQ എന്ന ചോദ്യത്തിന്റെ പാറ്റേൺ തന്നെ എന്താ? ഉത്തരവും അതിൽ തന്നെ ഉണ്ട്. ആ ഉത്തരത്തെ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യൽ മാത്രമാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ ആൻസർ എഴുതി ഫലിപ്പിക്കേണ്ട കാര്യമില്ല.
അല്ലേ? അപ്പോൾ അത് ചെയ്യാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള ആ ബേസിക്സ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നേടിയെടുക്കണം. അതാദ്യം ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ ഉണ്ടാക്കുക. പല കാര്യങ്ങളും നിങ്ങൾ കുറച്ച് ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 75 ദിവസം നിങ്ങളുടെ മുന്നിലുള്ളെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു 4-5 ദിവസം കൂടുമ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ 5 ദിവസം പഠിച്ചത് ഇന്ന് ഞാൻ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറയും. ആൻഡ് ഓരോ മാർക്കും പോകുന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റോട്ടുള്ള പ്രത്യേകിച്ച് ഇത്രയും ടൈറ്റ് പരീക്ഷകളാകുന്ന സമയത്ത്. അപ്പോൾ പ്രോപ്പർ റിവിഷൻ പ്ലാൻ ഉണ്ടാക്കുക ആൻഡ് റിവിഷൻ പ്ലാൻ ഫോളോ ചെയ്യുക. മനസ്സിലായി? ഒരു റിവിഷൻ ചെയ്തില്ല എങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ഇത് പോട്ട് അടുത്ത ആഴ്ച ചെയ്യുക. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുകൾ വേണ്ട. മനസ്സിലായില്ലേ? നല്ലൊരു ആറ്റിറ്റ്യൂഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂ. ആൻഡ് ലാസ്റ്റ് തിങ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ കേസ് മെൻറ്ററിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഡെയിലി ടെസ്റ്റുകളുണ്ട്, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്, ഒരു മാസത്തിൽ തന്നെ 2 ടെസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ബാച്ച് മുതൽ. കാരണം നിങ്ങൾ നേരിടാൻ പോകുന്ന ആ ഒരു എന്താ പറയുക ടെസ്റ്റ് എന്ന് പറയുന്നത് അത്ര ഒരു ബിസി ഷെഡ്യൂൾഡുള്ള നിങ്ങൾക്ക് മെയിൻസ് ടോപ്പിക്കുകളിലൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വൽ പഠിക്കുന്ന ആളായിക്കോട്ടെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു ഇത്ര ചങ്ക് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം, സോൾവ് ചെയ്തിരിക്കണം. വെറുതെ സോൾവ് ചെയ്ത് പോകരുത്. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിലൂടെ കടന്നു പോവുക. ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യും തുടർന്ന് വരുന്ന പരീക്ഷകളിൽ. സോ ഓരോ ഓപ്ഷൻസും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല മാക്സിമം MCQs എല്ലാ ടൈപ്പും, അതിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷ കാലം നിങ്ങൾ ആ ഒരു ചോദ്യങ്ങളെ എന്താ പറയുക കണ്ട് പേടിക്കാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പൊളിറ്റി എന്ന സബ്ജക്റ്റിനെ ഇങ്ങനെ നിങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. KS മെൻറ്ററിലെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 17 നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇങ്ങോട്ട് വരാം. നിങ്ങളുടെ ഇത്തരം എഫേർട്ടുകളെല്ലാം നമ്മൾ തോളിലെടുത്തോളാം, നമ്മൾ സോൾവ് ചെയ്ത് തന്നോളാം. ആൻഡ് ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ കാണാം. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും മാക്സിമം എഫേർട്ട് ഇനിയുള്ള 75 ദിവസം എടുക്കുക. ബാക്കി എല്ലാ എഫേർട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗെയിം ഓഫ് PVQ മുതൽ എല്ലാം, ഗെയിം ഓഫ് PVQ ഒന്നും വെറും ക്വസ്റ്റ്യൻ സോൾവിങ് സെഷനായിട്ട് കാണരുത്. നമ്മൾ അതിലെ കൺസെപ്റ്റ് സഹിതം അവിടെ പറഞ്ഞു പോകുന്നു. പല ക്വസ്റ്റ്യൻസിലും വേണ്ട കൺസെപ്റ്റ് വേണ്ട ക്വസ്റ്റ്യൻസിൽ. സോ അത്തരം കാര്യങ്ങൾ മുതൽ ഇതിലെ ക്ലാസ്സസിൻ്റെ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് പക്ഷേ അത് ഇതുവരെ മനസ്സിലായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്നോട് ആവശ്യപ്പെടാം. ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തുതരാം. ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.